ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞ് അനുജന്മാരെ, അനുജത്തിമാരെ, ആദ്യമായി തന്നെ എല്ലാവർക്കും വാകത്താനം സെൻറ്റ് മാത്യൂസ് കത്തോലിക്ക പള്ളിയുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടു കൂടെ തന്നെ നേരുകയാണ്. വാകത്താനം കരയിൽ ഏകദേശം 30ഓളം ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി രമണീയമായ സുന്ദര ഗ്രാമമാണ്. താരതമ്യേന കത്തോലിക്കർ കുറവായ വാകത്താനത്ത് കോട്ടയം അതിരൂപതയുടെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ നാമധേയം വഹിക്കുന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയത്തിൽ പ്രധാനമായും 2 തിരുനാളുകളാണ് ഈ ഇടവക ജനം ഭക്തിപൂർവം ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. സെപ്റ്റംബർ മാസത്തിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ, അതേപോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടി തന്നെ ഇടവകയുടെ പ്രധാന തിരുനാളായിട്ട് ജനുവരി മാസം 3-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളും ഈ ഇടവക ജനം ഭക്തി നിർഭരം ആഘോഷിച്ചു വരികയാണ്. ഈ ഇടവക സമൂഹം ഇവിടെ സ്ഥാപിതമായിട്ട് 100 വർഷങ്ങൾ തികഞ്ഞു. ഇത് 101ാമത്തെ വിശ്വാസ വർഷമാണിത്. സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാൾ പൂർവാധികം ഭക്തിയായും ഭംഗിയായും വിശ്വാസപരമായും ആചരിക്കുവാനും ആഘോഷിക്കുവാനും ഈ വിശ്വാസ വർഷത്തിൽ ഏവർക്കും സാധിക്കുന്നു. നമ്മളുടെ തിരുനാളുകൾ തുടങ്ങുകയാണ്. തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവം എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുമ്പോഴും ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഇത് കാണുകയും ഇതിൻ്റെ അനുഗ്രഹങ്ങൾ, വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ നമുക്ക് ഏത് രാജ്യത്തായിരുന്നാലും അവിടെയെല്ലാം ഈ വലിയ വിശുദ്ധൻ്റെ വലിയ മാധ്യസ്ഥം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നേർന്നുകൊണ്ട് എല്ലാവരെയും വാകത്താനം സെൻറ്റ് മാത്യൂസ് കത്തോലിക്ക പള്ളിയുടെ പ്രധാന തിരുനാളായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിലേക്കും തിരുക്കർമ്മങ്ങളിലേക്കും ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലേക്കും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ.
ആ വിശ്വാസം പരമാത്മതയോടെ തുടരുകയും ചെയ്യുന്നവരെ ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങളെ അവർ വിശുദ്ധിയോടെ പരികരണം ചെയ്യട്ടെ. ധർമ്മഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞ രക്ഷപ്പെടുകയും ദുരിതമങ്ങെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നിത്യം. അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങൾ നന്മകളും നിറഞ്ഞ് മുടിച്ചുവിടി നിൽക്കുന്ന ആ സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാരകിരാന്റെ സൃഷ്ടാവാകുന്നു സകലത്തിന്റെയും നാഥൻ എന്നേക്കും. ആമേൻ. പരിശുദ്ധനും സുദൃഢനും ബലവാനും മർദ്ദനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ദ്വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അധ്യായം 11 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട്?
ഈ ജനത്തിന്റെ ഭാരമെല്ലാം എന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? ഈ ജനത്തെ മുഴുവൻ താങ്ങുവാൻ ഞാൻ ശക്തനല്ല. അത് എന്റെ കഴിവിന് അതീതമാണ്. ഇപ്രകാരമാണ് അവർ എന്നോട് വർദ്ധിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം. ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിൽ നിന്ന് 70 പേരെ വിളിച്ചു കൊണ്ടുക. അവരെ സമാഗമ കൂടാരത്തിൽ കൊണ്ടുവരിക. അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ. യശപ്രവാചകനെ പുസ്തകത്തിൽ നിന്നുള്ള വായന 45-ാം അധ്യായം 18 മുതൽ 25 വരെ. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവരില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം. അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസ യോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. അന്ധകാരം നിറഞ്ഞെടുത്ത് വെച്ച് രഹസ്യമായിട്ടല്ല ഞാൻ സംസാരിച്ചത്. ശൂന്യതയിൽ എന്നെ തിരിയുവാൻ യാക്കോബിന്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടു. കർത്താവായി ഞാൻ സത്യം പറയുന്നു, ഞാൻ ശരിയായത് പ്രഖ്യാപിക്കുന്നു. ജനതകൾ അവശേഷിച്ചവരെ ഒരുമിച്ചുകൂടി അടുത്തു വരുവേ. തടി കൊണ്ടുള്ള വിഗ്രഹം പേര് നടക്കുകയും രക്ഷിക്കുവാൻ കഴിയില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങൾ അജ്ഞരാണ്. നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുകയും അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞത് ആരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലേ. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ്